സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുറേ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് ഇനി ഈവനിങ് മുതൽ നാളെ ഈവനിങ് അല്ല, ഇന്ന് നൈറ്റ് മുതൽ നാളെ മോർണിംഗ് വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കുറച്ച് പാൻട്രി സെറ്റിങ്സും അങ്ങനെ കുറച്ച് ബോക്സസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ അൺബോക്സിങ്ങും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. സാധാരണ നമ്മുടെ വീഡിയോയിൽ മെയിൻ കിച്ചണാണ് കേട്ടോ കാണിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി ഇവിടെ കുക്ക് ചെയ്യാറില്ലേ, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് കിച്ചണാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസ്റ്റോറിങ്ങും അതുപോലെ ഓർഗനൈസേഷനും അതിൻ്റെ ഷെൽഫും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയാറുണ്ടല്ലോ, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ മന്ത്ലി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറ്. അങ്ങനെ സംഭവങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, വർക്കിംഗ് കിച്ചൺ എന്നാ റീസ്റ്റോറിങ്ങിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഞാനിങ്ങനെ ഇത് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. നമുക്കങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയിട്ട് വേണമല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട്. ഇപ്പം നാളെ എനിക്ക് സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോകണ്ട, കാരണം അന്ന് ഞങ്ങൾക്ക് ഉച്ച വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വൈകിട്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കിച്ചണിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടിയ എക്സ്ട്രാ ടൈമിലാണ് ഞാൻ എൻ്റെ വർക്കിംഗ് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് റീസ്റ്റോറിങ്ങും ഓർഗനൈസേഷനും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഷെൽഫിൽ പരമാവധി ഉപയോഗിക്കുന്നത് ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ. എനിക്കത് ഒത്തിരി ഇഷ്ടം കൂടുതലാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ ഞാൻ എല്ലാം ചില്ലൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി, ചില്ല് നമ്മുടെ ഈ ഷെൽഫിൽ അത്ര അധികം വെയിറ്റോട് കൂടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഈട് എത്രത്തോളം നിൽക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. ഇത് നല്ല സ്ട്രോങ് ആണ്, എന്നാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ അതിൻ്റെ ലൈഫ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. കാരണം 1 കിലോ 1.5 കിലോ 2 കിലോ സാധനങ്ങളൊക്കെ നമ്മൾ അത്രയും വലിയ ഗ്ലാസ് ബോട്ടിലിൽ വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഉള്ളൊരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അപ്പം ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. ആദ്യം തന്നെ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു 12 ബോട്ടിൽസ് ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ സെയിം പാറ്റേൺ അല്ല കേട്ടോ, അത്രയും കുറച്ച് അതിൻ്റെ ക്ലിപ്പിംഗ് സ്റ്റൈലിൽ ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ വില കുറവായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ ഓഫർ കണ്ടപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. 12 ബോട്ടിലാണ് ഞാൻ ഓർഡർ കൊടുത്തത് കേട്ടോ. അതിന് കൂടി വന്നാൽ 12 ബോട്ടിലിനൂടെ എനിക്ക് ഒരു 500 റുപ്പീസിൻ്റെ അടുത്തേ വന്നിട്ടുള്ളൂ. പക്ഷേ ആദ്യം ഞാൻ പർച്ചേസ് ചെയ്ത ബോട്ടിലിന് 4 ബോട്ടിലിന് തന്നെ നമുക്ക് 500ൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. 500 അല്ല കേട്ടോ, അതിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ വീഡിയോ ചെയ്ത് കാണിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനതിൻ്റെ ബോട്ടിൽസ് ഒന്നും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കൗണ്ട് ചെയ്തൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ പുറത്തെടുത്തപ്പോൾ 12 ബോട്ടിലിന് പകരം 11 ബോട്ടിലേ വന്നിട്ടുള്ളൂ. അപ്പോൾ കുറച്ചധികം ദിവസമായിട്ടുണ്ട് എനിക്ക് ഈ പാഴ്സൽ വന്നിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി റീപ്ലേസ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. മാത്രമല്ല, നമ്മളിത് ഇത്ര വെൽ പ്ലാൻഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ. അപ്പോൾ തന്നെ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കാരണം എനിക്ക് ഒരു ബോട്ടിൽ കുറവാണ് കിട്ടിയത്, 11 ബോട്ടിലേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി ഞാനതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് നമ്മളിങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു വേസ്റ്റ് ബിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ കൊണ്ടുവയ്ക്കുവാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് കൈയോടെ ക്ലീൻ ചെയ്യുന്ന പേപ്പേഴ്സും റാപ്പേഴ്സും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി കുറച്ച് കുറയ്ക്കാമല്ലോ. നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ പണി കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മന്ത്ലി പർച്ചേസിൽ വാങ്ങിച്ചിരിക്കുന്ന
നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റീസ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ എടുത്ത പരിപ്പാണ്. അതിൽ കടലപ്പരിപ്പും തുവരപ്പരിപ്പും ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ നമുക്ക് വരുന്നത്, അപ്പോൾ ഞാൻ പായസത്തിൻ്റെ പരിപ്പുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളും ഒരു പക്ഷേ ഇങ്ങനെ ചിലപ്പോൾ 1/2 കിലോ 1 കിലോ അങ്ങനെയൊക്കെ ആയിരിക്കും വാങ്ങുന്നുണ്ടാവുക. നമ്മുടെ ഈ ബോട്ടിൽ 1 കിലോയിൽ കൂടുതൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യാൻ പറ്റൂ കേട്ടോ. കാരണം ഞാനിപ്പോൾ 1/2 കിലോ വെച്ചിട്ടാണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ബോട്ടിലിൻ്റെ ഗ്യാപ്പ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് തന്നെയാണ്. ഞാൻ ഈ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽസ് വാങ്ങുമ്പോൾ ഐറ്റം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നതിനേക്കാൾ ഉപരി കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മുടെ കിച്ചണിനെ ഏറ്റവും ഭംഗിയാക്കി ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ കാണും. ചിലപ്പോൾ കിച്ചണിൽ കുറച്ച് ചെടികൾ വെച്ച് കൊടുത്തിട്ടായിരിക്കും ഭംഗിയാക്കുക. ചിലപ്പോൾ ഷെൽഫുകൾ നിങ്ങൾക്കിങ്ങനെ പുറത്തേക്ക് നമ്മുടെ കണ്ടെയ്നേഴ്സൊന്നും കാണാത്ത ഷെൽഫുകളായിരിക്കും. അതിലിപ്പോൾ നമുക്ക് നിങ്ങളുടെ സൗകര്യപ്രദമായി എന്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിങ്ങനെ ട്രാൻസ്പാരൻ്റ് ഒക്കെ ആയിട്ടുള്ളതിൽ വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. പിന്നെ നമുക്ക് ഈ ഭംഗിയുള്ള കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് സ്കൂളിൽ നിന്നൊക്കെ വന്ന് ക്ഷീണിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കളയിലൊക്കെ കയറി ഒരു കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ മൊത്തം നീറ്റായിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷമാണ്. മനസ്സിനൊക്കെ പ്രത്യേക ഒരു മോട്ടിവേഷനാണ്. അത് ചെയ്ത് വീണ്ടും ക്ലീൻ ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തോന്നും. ഇനി അല്ല, ഇതിന് പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഇല്ലാതെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്കും ചെയ്യാൻ ഒരു സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ ചെറിയ ഈ സ്പൈസസൊക്കെ ഇടാനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന ബോട്ടിൽസ് എല്ലാം ഞാൻ ഓൺലൈൻ പർച്ചേസ് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കണേ. അത് പക്ഷേ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് തന്നെയാണ്. മുകളിലിരിക്കുന്ന ആ ചെറിയ സ്പൈസസ് ഇട്ടിരിക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ. താഴെ ഈ വെച്ചിരിക്കുന്നതൊക്കെ ഇപ്പം ഞാൻ വെക്കുന്ന ഈ കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ ആദ്യം പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അതിന് 2 സൈഡും ക്ലിപ്പാണ് വന്നിരിക്കുന്നത്. ഇതും എയർ ടൈറ്റ് തന്നെയാണ്. നമുക്ക് എത്ര നാളിരുന്നാലും നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ പോലെ എയർ ടൈറ്റായിട്ട് തന്നെ വെക്കാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങിയിരിക്കുന്ന ബോട്ടിൽസ്. ഇതും എയർ ടൈറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ക്ലിപ്പ് ഇല്ലയെന്ന് മാത്രം ഒരു വ്യത്യാസമുള്ളൂ. ഞാൻ ഈ വർക്കിംഗ് കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയറി താമസത്തിൻ്റെ സമയത്ത് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കയറി താമസത്തെ പറഞ്ഞു പോയതാട്ടോ. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാനിതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എൻ്റെ യാതൊരു കബോർഡും ഇല്ലാത്ത എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുകയുള്ളൂ. കാരണം ഞാനൊരു 2 വർഷത്തോളം കിച്ചണിലൊരു കബോർഡും ഇല്ലാതെയാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഭംഗിയിൽ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ധൃതി പിടിച്ച് ചെയ്യാതിരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് നമ്മുടേതായൊരു രീതിയിൽ സമയമെടുത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ കിച്ചണിൽ നമ്മൾ ബ്ലാക്കാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വോള് ചെയ്തിരിക്കുന്നത് വൈറ്റിലാണ് കേട്ടോ. അതേസമയം നമ്മുടെ മെയിൻ കിച്ചണിൽ നേരെ ഓപ്പോസിറ്റാണ് ചെയ്തിരിക്കണേ. നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പും അതുപോലെ നമ്മൾ വോള് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കുമാണ്. അപ്പോൾ ഇതിൽ ഞാൻ വലിയ 3 ബോട്ടിൽസിലാണ് കേട്ടോ കുറച്ചധികം നമ്മുടെ അരിപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബോട്ടിൽസ് നിങ്ങൾക്ക് ഓൺലൈനിൽ തപ്പിയാലും കടയിൽ പോയാലും ഒന്നും വാങ്ങാൻ കിട്ടില്ല. എനിക്ക് ആ ബോട്ടിൽ ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ ബൂസ്റ്റ് വാങ്ങുന്ന ബോട്ടിലാണ്. ബൂസ്റ്റിൻ്റെ 2 പാക്കറ്റാണ് അതിൽ ഫില്ലായിട്ട് നമുക്ക് കിട്ടുക. ഈ ഒരു ബോട്ടിൽ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ 2 മാസം കൂടുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ബൂസ്റ്റ് പർച്ചേസ് ചെയ്യാറ്. അങ്ങനെ നമ്മുടെ ഷെൽഫൊക്കെ ഒതുക്കി ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പോൾ രാത്രി ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷെൽഫൊക്കെ തുടച്ച് എല്ലാം ക്ലീൻ ചെയ്തപ്പോൾ ഏതാണ്ടൊരു 1/4 മണിക്കൂർ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ടിലൊക്കെ ഒന്ന് നിറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെയുള്ള വിശേഷങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൈകിട്ട് നിങ്ങളിങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ എത്ര നേരം വൈകിയാലും നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിടക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ.
അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരിക്കും. ചെയ്യാത്തവർ കുറേ പേര് ചെയ്യുന്നുണ്ടാവും, ചെയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് മോർണിംഗിലെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി കിടന്നുറങ്ങട്ടെ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ. ഇന്ന് രാവിലെ പൂരി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂരി ബാജി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ബാജി റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് ഈസി മെത്തേഡിൽ ഞാൻ പല മെത്തേഡിൽ നമ്മൾ ബാജി അല്ലെങ്കിൽ പൂരി മസാലയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ അതിൽ ഏറ്റവും ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് കുറച്ച് എണ്ണ ചേർത്തിട്ടാണ് കേട്ടോ, ഉപ്പും എണ്ണയും ചേർത്തിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുക. ഇപ്പോൾ എണ്ണ ചേർത്തില്ലെങ്കിലും പെർഫെക്റ്റായിട്ട് നമുക്ക് തന്നെ കിട്ടും. എന്നാലും എനിക്ക് എണ്ണ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. 2 തരത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കുഴച്ച് വെക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് ഉച്ചത്തേക്ക് ലഞ്ചൊന്നും റെഡിയാക്കേണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മോർണിംഗിൽ കുറച്ച് സമയം എടുത്ത് തന്നെ വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കണേ. ഇന്നെൻ്റെ വർക്കിംഗ് ഡേ ആണ്, എനിക്ക് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് ഞാൻ തലേദിവസം വൈകിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കട്ടെ. അപ്പോൾ കുമ്പളങ്ങ ഇട്ട മോര് കറിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊഴിച്ച് മീൻകറിയാണ് കേട്ടോ വെച്ചിരിക്കണേ. അപ്പോൾ അത് രണ്ടും ഒന്ന് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറ് വെക്കേണ്ട കാര്യം കൂടെ ഉള്ളൂ. അപ്പോൾ കറിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ രാവിലെ ഈ വീഡിയോ എടുക്കലൊന്നും അത്രയ്ക്ക് പ്രാക്ടിക്കൽ ആവില്ല കേട്ടോ. കാരണം ഞാനും ഹസ്ബൻഡും മക്കളും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 8:15 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം കുഞ്ഞു മക്കളൊക്കെ ആയതുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്കായാലും അവർ രാവിലെ എഴുന്നേറ്റാൽ നമ്മളിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിൽക്കണമെങ്കിൽ രാവിലെ നമുക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല. വളരെ പെട്ടെന്ന് പണിയൊക്കെ ചെയ്ത് വേഗം ഫ്രീ ആവാനല്ലേ നോക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് ലഞ്ച് കൊണ്ടുപോകണ്ടെന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് മോർണിംഗിൽ എന്തായാലും ഒന്ന് നിങ്ങളുടെ വ്ളോഗിൽ ഇതും കൂടി ഉൾപ്പെടുത്താം എന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ ഞാനൊരു 4-5 ഇടത്തരം ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കണേ. അത് തൊണ്ട് കളഞ്ഞ് ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിലരിത് തൊണ്ടോടുകൂടി കഴുകിയിട്ട് വേവിച്ചിട്ട് തൊണ്ട് കളഞ്ഞ് നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട്, തൊണ്ടല്ല കേട്ടോ, തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുക്കാറുണ്ട്. എനിക്ക് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്കൊക്കെ ഒന്ന് നമുക്ക് ഉടയ്ക്കാനും കുറച്ച് കടിക്കാനൊക്കെ കഷ്ണങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പും നികക്കെ വെള്ളവും ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ബാജി ഉണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിലേക്ക് ഞാൻ ഉഴുന്ന്, വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ കടുക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സവോളയാണ് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സവോളയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഇത്ര മതിയാവും. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനാവശ്യമുള്ള പച്ചമുളകും ആ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് തൊട്ടിപ്പുറത്ത് തന്നെ പൂരി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അധികം എണ്ണ ചേർക്കാണ്ടാണ് കേട്ടോ ഈ പൂരി ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഒന്ന് ചരിച്ച് വെച്ചിട്ടൊക്കെയാണ് പൂരി ഉണ്ടാക്കിയത്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒന്നല്പം നീക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എണ്ണയിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും മഞ്ഞൾപ്പൊടി എന്നിങ്ങനെ ചൂടാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ നമ്മളിങ്ങനെ ചൂടാക്കി കൊടുത്താൽ നമ്മുടെ കറിക്കൊരു പ്രത്യേക കളറ് കിട്ടും കേട്ടോ. പച്ചയായിട്ട് നമ്മൾ ചേർക്കുന്നേക്കാളും ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ആ ഒരു മെത്തേഡൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് മാറ്റാം. ഉരുളക്കിഴങ്ങിൽ നമ്മൾ വേവിക്കാൻ ഉപയോഗിച്ച വെള്ളമില്ലേ, അത് മാറ്റിയെടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ആദ്യം ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇതെല്ലാം മസാലയെല്ലാം ഒന്ന് ചേരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാണ് നമ്മുടെ പൂരി ബാജി തയ്യാറാക്കുന്നത്. ഒരു തിക്നെസ് എത്തുന്ന സമയത്ത് നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതുപോലെയുള്ള ബാജി
പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട് എടുക്കാം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. മക്കളൊക്കെ യൂണിഫോമൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അവർക്ക് ഞാൻ പൂരി കൊടുക്കട്ടെ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ജോലിക്ക് പോക്ക് നടക്കില്ല. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.